ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബാൽക്കണിയൊക്കെ ഒന്ന് കഴുകിയിടുന്നുണ്ട്. ഒന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിടണം. ഇന്ന് നമ്മളൊന്ന് പുറത്ത് ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ ആമിക്ക് സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ ഈ ആമി സ്കൂളിൽ വിടുന്ന സമയത്ത് വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേറ്റിട്ടാണ് വീഡിയോസ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ദേ കോലമൊക്കെ ഒന്ന് വരച്ചിടുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് വരയ്ക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ ബോർഡർ കോലമൊക്കെ വരച്ചിട്ടാണ് കേട്ടോ റീസെൻ്റ് ആയിട്ട് കോലം വരയ്ക്കുന്നത്. പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരു സന്തോഷമാണ് ഇത് വരയ്ക്കുമ്പോൾ. മൈൻഡ് നല്ല റിലാക്സ് ആവുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് പേര് കോലമൊക്കെ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ്. പിന്നെ ഈ മൺഡേ നമ്മുടെ സബ്സ്ക്രൈബർ നിവേദയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓൾറെഡി മൺഡേയിലത്തെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കമൻറ്റിൽ പറഞ്ഞത് ഇതുപോലെ മൺഡേ ആണ് ബർത്ത്ഡേ എന്ന്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ആശംസിക്കുന്നു. ഒരുപാട് നാള് സന്തോഷത്തോടെ ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനായിട്ട് സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ നിവേദ എന്ന് പറയുന്ന ആളിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ എന്നെ ഫോളോ ചെയ്യുന്നൊരു കുട്ടിയാണ്. എനിക്ക് ഒരുപാട് നല്ല സപ്പോർട്ട് തന്നിട്ടുള്ള ആളുകളിൽ ഒരാളാണ് കേട്ടോ. എനിക്ക് നമ്മുടെ ചാനലിലുള്ള ആരെയും അങ്ങനെ അറിയത്തില്ല, ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ നേരിട്ട് കാണാതെ എന്നെ ഈ വീഡിയോയിലൂടെ മാത്രം കണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് എന്നോടൊപ്പം നിൽക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. ഇപ്പോൾ നിവേദ എനിക്ക് ആദ്യം തൊട്ടേ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല. ചില സമയത്ത് ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ചാനൽ പോലും സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ പുള്ളിക്കാരിയുടെ കമൻസ് ഒക്കെ കാണുന്നത് കേട്ടോ. എൻ്റെ ഈ ചാനൽ ഇത്രയും വളർന്നതിൽ നല്ലൊരു പങ്ക് ഈ കുട്ടിക്കുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എപ്പോഴും ഇതുപോലെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൽ. 1.5 വർഷത്തോളമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇപ്പോൾ മോനെ പ്രീ KG ആക്കിയതിന് ശേഷം ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്തു എന്ന്. ശരിക്കും എനിക്ക് അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ. എപ്പോഴും എന്നോട് പറയുന്നത് സ്വന്തം ചേച്ചിയെ പോലെയാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ ഈ വീഡിയോയിൽ മാത്രം കണ്ടിട്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും തരുന്ന കമൻറ്റിലൂടെ തന്നെയാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ഹൃദയത്തിൽ തൊടുന്ന കമൻസ് നിങ്ങൾ അറിയിക്കുമ്പോൾ എനിക്ക് ഈ ചാനൽ ഒരിക്കലും നിർത്താൻ തോന്നുന്നില്ല. അതാണ് സത്യം. ശരിക്കും ഞാൻ ചില സമയത്തൊക്കെ ഇനി വീഡിയോ ഇടണ്ട, കുറച്ച് നാളത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഒരു മോട്ടിവേഷൻ ആണ് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. കുമാരി മിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് ഈ കമൻറ്റ് വന്നേക്കുന്നത്. ഇതുപോലെ കമൻറ്റ് നോക്കി പേര് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നല്ല ശീലം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും എനിക്കത് വായിച്ചപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും തോന്നി. അതേസമയം എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നിയായിരുന്നു കേട്ടോ. കാരണം ചില സമയത്തൊക്കെ ഞാൻ ചിലരുടെ പേര് പറയാനായിട്ട് വിട്ടുപോകും. ഞാൻ എപ്പോഴും എഴുതി വെച്ചിട്ടാണ് വായിക്കുന്നത് കേട്ടോ. ചില സമയത്ത് ഇതുപോലെ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയങ്ങളിൽ ആൾക്കാരുടെ പേര് മറന്നു പോകും. അപ്പോൾ എനിക്കൊരു പാവം തോന്നും. പക്ഷെ കമൻറ്റ് ഞാൻ ഓർത്ത് വെച്ചിട്ട് പറയാറുണ്ട്. പക്ഷേ മുന്നേക്ക് ആണെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും പേര് എഴുതി വെച്ചിട്ട് വായിച്ചിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് എനിക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ ഇങ്ങനെ കമൻറ്റ് നോക്കി ഞാൻ പറയുന്നതിന് എനിക്കൊരു പ്രോത്സാഹനം പോലെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തരുന്ന കമൻറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ എപ്പോഴൊക്കെ കമൻറ്റ് നോക്കുമോ അപ്പോഴൊക്കെ കണ്ട ഉടനെ തന്നെ ഞാൻ റിപ്ലൈ തരാറുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും നമ്മുടെ ചാനലിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് തിരുത്താനുള്ള കാര്യങ്ങളാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റുമാണ് മുന്നോട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പ്രചോദനമാവുന്നത്. ഇന്ന് രാവിലെ ഞാനാണെങ്കിൽ ആമിക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് ചെയ്യുന്നത് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി അല്ല, കുഷ്ക എന്ന് പറയും. പ്ലെയിൻ ബിരിയാണിയാണ്. അപ്പം ഞാൻ ഒരുപാട് തവണ ഈ ബിരിയാണി റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്തവണ ഒന്നും തന്നെ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. റെസിപ്പിയൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല. പിന്നെ ഓൾറെഡി നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗിൽ കിടപ്പുണ്ട്, റെസിപ്പി മാത്രമായിട്ട്. അതിൽ ഈ റെസിപ്പിയും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. മിക്കവാറും എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള പരാതിയാണല്ലേ, ആരും എന്നെ
ബഹുമാനിക്കുന്നില്ല, ആരും വില തരുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരെ എനിക്കറിയാം. എന്നോട് പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യം എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി വീട്ടമ്മമാരോട് ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു പുച്ഛം പോലെയാണ്, എന്തോ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ പോലെ. അപ്പം ഞാൻ എൻ്റെ ബിഹേവിയറിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തിയപ്പോൾ തന്നെ എനിക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ആഡ് ചെയ്യുക. കാരണം എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലോ. അപ്പം അവർക്കും പറയാനായിട്ട് കുറേ കാര്യങ്ങൾ കാണൂലേ. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുക. എന്തായാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. എത്രയൊക്കെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാലും സ്ത്രീ ഇക്വലൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് റെസ്പെക്റ്റ് കിട്ടാതെ വരാറുണ്ടല്ലേ. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ സ്വഭാവങ്ങൾ മാറ്റിയാലാണ് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നതെന്നും നോക്കാം. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മളോട് തന്നെ ആദ്യം ഒരു ബഹുമാനം ഉണ്ടാവുക, എന്നാൽ മാത്രമേ മറ്റൊരാൾ നമ്മളെ ബഹുമാനിക്കത്തുള്ളൂ. നമുക്ക് നമ്മളോട് എങ്ങനെയാണ് ബഹുമാനം ഉണ്ടാവുന്നത്? നമ്മളെ സ്നേഹിക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെ സംസാരിച്ചാൽ അത് നമ്മളോടാണ് അവർ തിരിച്ച് കാണിക്കുന്നതെങ്കിലെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ച് വേണം നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വില കളയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ സ്വയം ചെയ്യാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് തന്നെ അവനവനെ തന്നെ റെസ്പെക്റ്റ് ചെയ്താൽ നമുക്കും തിരിച്ച് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടും. കൊടുത്താൽ അതേ അളവിനും തൂക്കത്തിനും തിരിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പൈസ മുടക്ക് പോലും ഇല്ലാതെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ സമയത്തിന് വാല്യൂ കൊടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായി സമയം ചെലവഴിക്കാനായിട്ട് പോകരുത്. ഞാൻ ഒരുപാട് മിസ്റ്റേക്ക് ആ ഒരു കാര്യത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ആരെന്ത് ചോദിച്ചാലും അവർക്ക് കുത്തിയിരുന്ന് മറുപടി കൊടുക്കുക, അവരോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവർ ഒരു വിലയും തരത്തില്ല. അവർ തന്നെ വിചാരിക്കും, ഓ ഇവക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇവളെപ്പോഴും ഇങ്ങനെ ചുമ്മാതിരിക്കുകയാണല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്, നിനക്ക് വീട്ടിൽ ഒരു പണിയും ഇല്ലല്ലേ, അതുകൊണ്ടാണല്ലേ നീ എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നതും റിപ്ലൈ തരുന്നതും എന്നൊക്കെ. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് ഹേർട്ടായ സമയം തൊട്ട് ഞാൻ തീരുമാനിച്ചു, ദൃഢനിശ്ചയം ഞാൻ എടുത്തു കഴിഞ്ഞു, ഒരിക്കലും എപ്പോഴും എല്ലാ ആളുകൾക്കും അവൈലബിൾ ആകരുത് എന്നുള്ളത്. കാരണം കുറച്ചൊക്കെ അവരും മനസ്സിലാക്കട്ടെ നമുക്കും കാര്യങ്ങളുണ്ട്, നമ്മൾ വെറുതെ ഇരിക്കുവല്ല എന്നുള്ളത്. എസ്പെഷ്യലി വീട്ടമ്മമാർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള സമയം 24 മണിക്കൂർ ഉള്ളതിൽ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിപ്പോൾ മെസ്സേജ് അയക്കൽ മാത്രമല്ല, മറ്റ് ഗോസിപ്പുകൾ പറയാൻ വരുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു ടോക്കിന് നമ്മൾ നിൽക്കാനായിട്ട് പോകരുത്. കാരണം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ കൂടുതലും സമയം കണ്ടെത്തണം. അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു റെസ്പെക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും അധികം ചെയ്തൊരു മിസ്റ്റേക്കാണ്, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പണ്ടൊന്നും അധികം സംസാരിക്കില്ലായിരുന്നെങ്കിലും ആഫ്റ്റർ മാരേജ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഞാൻ ഓവർ ടോക്കിംഗ് ആയിട്ടുള്ള ആളായി മാറി. അതെങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ അത് തന്നെ ആയിരുന്നു എൻ്റെ വില കളഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകരുത്. കേൾക്കുന്ന എല്ലാവരും നമ്മളെ ഒരേ രീതിയിലായിരിക്കില്ല ജഡ്ജ് ചെയ്യുന്നത്. പലർക്കും നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പം ഞാൻ പഠിച്ചൊരു കാര്യം, അനാവശ്യമായി ഒരുപാട് നമ്മളിങ്ങനെ ഈ ബ്ലാ സംസാരിക്കുമെന്ന് അറിയത്തില്ല, അങ്ങനെ സംസാരിക്കാനായിട്ട് പോകരുത് കേട്ടോ. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും നമ്മൾ അവരുടെ ഫേസ് ടു ഫേസ് നോക്കി കണ്ണിൽ നോക്കി സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു 10th ഒക്കെ കഴിഞ്ഞ സമയം തൊട്ടേ എനിക്ക് എൻ്റെ അച്ഛനാണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. നമ്മളെപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി നിന്നിട്ട് അവരുടെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് അവിടെ കാണിക്കുന്നതും അതുപോലെ തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടുകയും ചെയ്യും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് റെസ്പെക്റ്റ് തരാത്ത അല്ലെങ്കിൽ നമ്മളെ വില കൽപ്പിക്കാത്ത ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് കേട്ടോ. ഈ ഒരു ശീലം ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്നും പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ സ്നേഹമുള്ള സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും, എത്ര ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞാലും, നമുക്ക് വില തരാത്ത ഇടങ്ങളിൽ നമ്മൾ ഒരിക്കലും പോകരുത്. അവരോടുള്ള പേഴ്സണൽ ഗ്രഡ്ജസോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ലാതെ നമ്മുടെ വില കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണ്, അവരുടെ വീട്ടിൽ പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ
പോകുക, കാര്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് വരിക. ഞങ്ങളിവിടെ ചെന്നൈയിലായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അധികം ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരാറില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോവാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു ടൈം ആകുമ്പോൾ പോകും, കാര്യം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം അത് എപ്പോഴും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. ഞാനിതെൻ്റെ ഹസ്ബൻഡിൽ നിന്ന് പഠിച്ചൊരു ശീലമാണ്. മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല, എസ്പെഷ്യലി ഹോം മേക്കേഴ്സ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മളെപ്പോഴും ഒരാളുടെ സഹായം തേടി അല്ലെങ്കിൽ മറ്റൊരാളുടെ അഡ്വൈസ് തേടാനായിട്ട് നിൽക്കരുത്. നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും മുന്നോട്ട് ഇറങ്ങിയാൽ നമ്മളെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്നുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് ഏണിങ്സ്, എന്തെങ്കിലും ഒരു ചെറിയൊരു ഏണിങ്സ് നമ്മൾ സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ കാശിന് വേണ്ടിയിട്ട് കൈനീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഒരു ഏണിങ്സ്, നമ്മളിപ്പോൾ ഹസ്ബൻഡിന്റെ മുന്നിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ മുന്നിലാണെങ്കിലും പാരൻസിന്റെ മുന്നിലാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന റെസ്പെക്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് നമ്മുടെ പോക്കറ്റ് മണിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ആ ഒരു ഏണിങ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും നമ്മൾ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് പൊങ്ങച്ചം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. ശരിക്കും അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അവബോധവും ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ പൊങ്ങച്ചം പറഞ്ഞു നടക്കും. അപ്പോൾ അത്തരം ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റണം. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളായിരിക്കും. അപ്പം മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ഉള്ള റെസ്പെക്റ്റും കൂടി കളയാതിരിക്കുക. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാലറിയെ കുറിച്ചാണെങ്കിലും നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനെ കുറിച്ചാണെങ്കിലും മക്കളുടെ പഠിത്തത്തിനെ കുറിച്ച്, മക്കൾ ഭയങ്കരമായിട്ട് പഠിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ടാലന്റിനെയൊക്കെ പൊക്കി പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭയങ്കരമായിട്ട് പൊങ്ങച്ചം പറയുന്ന ഹോം മേക്കേഴ്സ് ഉണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും അങ്ങനെ ഉണ്ട്. അതൊരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടാത്തൊരു സ്വഭാവമാണ്. നമ്മൾ എന്തിനാണല്ലേ മറ്റുള്ളവരോട് പോയിട്ട് നമ്മുടെ അത്തരം കാര്യങ്ങൾ പറയുന്നത്? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. പ്രത്യേകിച്ച് ഒരു പൊതു സദസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് ഓവറായിട്ട് പൊക്കി പറയുകയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഓവറായിട്ട് പുകഴ്ത്തി പറയുകയും ചെയ്യുന്നത് നല്ല സ്വഭാവമല്ല. അപ്പോൾ നമുക്ക് ആരും വില തരത്തില്ല. നമ്മളോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. അവർക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ ആദ്യം കേൾക്കുക, ക്ഷമയോടെ കേൾക്കുക, ആദ്യം നല്ലൊരു ലിസണർ ആവുക. അതിനുശേഷം മാത്രം നമ്മൾക്ക് അറിയാമെങ്കിൽ മാത്രം അതിനുള്ളൊരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി അവരെ പറയരുത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കയറി അഡ്വൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഉപദേശത്തിന്റെ ആവശ്യം കാണത്തില്ല. ജസ്റ്റ് അവർക്ക് നമ്മളൊരു കേൾവിക്കാരനായാൽ മാത്രം മതിയായിരിക്കും. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വേണം പെരുമാറാനായിട്ട്. എല്ലാ ഇടങ്ങളിലും പോയി എല്ലാവരെയും നമ്മൾ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുകയും വേണം. ഒരാളെ കണ്ട മാത്രയിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഒരാളെ കാണുന്നത് അല്ലേ. കണ്ടാൽ ഉടനെ തന്നെ അയാൾ നല്ലതാണ് അല്ലെങ്കിൽ അയാൾ മോശക്കാരനാണ് എന്നുള്ളൊരു പ്രീ ജഡ്ജിങ് നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ അയാളെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെയാണ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്നത് തന്നെ അല്ലേ. പക്ഷേ ചിലപ്പോൾ ഒരുപാട് നാൾ അടുത്ത് കഴിയുമ്പോഴായിരിക്കും പിന്നീടായിരിക്കും മനസ്സിലാവുന്നത് അവരൊരു നല്ല വ്യക്തിയാണെന്ന്. ചിലരെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അയാൾ ഏത് തരത്തിലുള്ള ഒരു ക്യാരക്ടറാണെന്ന്. പക്ഷെ ചിലരെ മാസങ്ങളോളം വർഷങ്ങളോളം ഒന്നും എടുത്താൽ പോലും അറിയത്തില്ല. മനുഷ്യന്റെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലേ, പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ പ്രീ ജഡ്ജ് ചെയ്തിട്ട് അവരോട് കൂടുതൽ അടുക്കാൻ പോവാതിരിക്കുക. ഇതൊക്കെ നമുക്ക് കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആർക്കും ഒരു നന്മ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം. അല്ലാതെ നമ്മൾ പോയിട്ട് അവർക്ക് കൂടുതൽ ദോഷകരമാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാനായിട്ട് പോകരുത്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല കേട്ടോ. നമുക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ സഹായം ചെയ്ത് അവസാനം അവർക്കൊരു ഉപദ്രവമായി മാറാനായിട്ട് പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഒരു വീട്ടമ്മ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്
ഫിസിക്കൽ അപ്പിയറൻസിലുള്ള മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് മോഡേൺ ആയിട്ട് നടക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നടക്കുക, നമ്മുടെ ഡ്രസ്സിങ് രീതികൾ ശ്രദ്ധിക്കുക, സംസാരിക്കുന്ന രീതികൾ ശ്രദ്ധിക്കുക, നല്ല പൊളൈറ്റ് ആയിട്ട് കൈൻഡ്നെസ്സോട് കൂടി സംസാരിക്കുക. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് വ്യക്തമാക്കും എന്നുള്ളതാണ്. നമ്മൾ എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നിന്നാലും നമ്മളെ തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് എല്ലാം തന്നെ പ്രകടമാകും. ഒത്തിരി ഹോം മേക്കേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പുറത്ത് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു നടക്കുന്ന രീതി പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല അവരൊരു ഹോം മേക്കർ ആണ് എന്നുള്ളത്. ഒരു ജോലിയുള്ള ഒരു ആളിനെ പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അത്രയ്ക്കും നല്ലൊരു ബിഹേവിയറും ആയിരിക്കും അവരുടെ ബോഡി ലാംഗ്വേജിലാണെങ്കിലും. ഞാനത് ചെന്നൈയിലാണ് കേട്ടോ ഒത്തിരി ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് മാറാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധി വരെ എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു പോയാൽ എന്നോട് ആദ്യം ചോദിക്കുന്നത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും കാണുവാണെങ്കിൽ തന്നെ എന്നോട് ഒരുപാട് തവണ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇവൻ ആമിയുടെ സ്കൂളിൽ പോലും ഒത്തിരി പാരൻസ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ പുറത്തു പോയി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്നെ പൊക്കി പറഞ്ഞതല്ല. കാരണം നമ്മൾ ആ ഒരു നമ്മുടെ ഡ്രസ്സിങ് രീതിയാണെങ്കിലും നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടാണ് അവരങ്ങനെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പാരൻസ് ഉണ്ട് അവിടെ അങ്ങനെ വരുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നമ്മൾ നോ പറയാനായിട്ട് പഠിക്കണം. എത്ര വലിയ ആളാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമില്ല എന്ന് തുറന്നു പറയാനായിട്ട് തന്നെ ശ്രമിക്കട്ടെ. ആ ഒരു ടൈമിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് അവിടെ വെച്ച് തീരുമല്ലോ. പിന്നെ ലൈഫ് ലോങ് അവരോട് ഒപ്പം നമ്മളിങ്ങനെ സഹിച്ച് അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യം വരത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു റെസ്പെക്റ്റ് കിട്ടും. നമുക്ക് തന്നെ നമ്മളോടൊരു സെൽഫ് റെസ്പെക്റ്റ് വരുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണ്, എവിടെയെങ്കിലും പോവുകയാണ്, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ വരുവാണെന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് അവരെ ഫേസ് ചെയ്യാനും പറ്റില്ല, എന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന് ഓർത്തിട്ട് നമുക്ക് അവരെ ഫേസ് ചെയ്യേണ്ടിയും വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വരുമല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ടൈമിൽ പോവുക. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പോലും അവർ നമ്മളോടൊന്ന് ചിരിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലിൽ അങ്ങ് ഒതുക്കുക. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് സിറ്റുവേഷൻസ് വേസ്റ്റ് ആക്കാതെ ആ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണെന്ന് കരുതി നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിൽ അത് കാണിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെയാണ് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വില അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളോട് എന്തെങ്കിലും ഗ്രഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പബ്ലിക്കിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കരുത്. കഴിവതും അങ്ങനത്തെ ആൾക്കാരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. ഇനി പറ്റുന്നില്ല, അവര് അങ്ങനെ അകന്ന് നിൽക്കുന്നില്ല, നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈൽ ചെയ്യുക, ഒരു ഹായ് ബൈ പറഞ്ഞിട്ട് പോവുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ എൻ്റെ അച്ഛൻ ചെയ്യുന്നത് ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ ഇഷ്യൂസ് വരത്തുമില്ല. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതുമായി, എന്നാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് വഴക്കിന് പോകുന്നതും അങ്ങനെ ഒരു പ്രശ്നവും വരത്തില്ല. ആരിൽ നിന്നും അനാവശ്യമായിട്ട് സഹായം സ്വീകരിക്കാൻ പോകരുതെന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള സഹായങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ സ്വീകരിക്കരുത്. ഈ ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡ് ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ആ ഡേ 1 തൊട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ കണ്ടൊരു ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. പുള്ളി ആരിൽ നിന്നും ഒരു പൈസയും എക്സ്പെക്റ്റ് ചെയ്യാറില്ല. പുള്ളിയുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് നോക്കുന്നത്. ഇതുവരെയും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ സഹായം സ്വീകരിച്ചാൽ തന്നെ അതിന് പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും തിരിച്ചു ചെയ്യണം. ഒരു പക്ഷേ നമ്മുടെ ഒരു കഷ്ടം സമയത്തായിരിക്കും അവർ നമ്മളോടൊപ്പം നിന്നിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പൈസ ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളത് തിരിച്ച് സഹായിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓരോ സെക്കൻഡും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും നമ്മുടെ കാര്യങ്ങളിൽ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുകയും വേണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ ഒട്ടും തന്നെ തികയത്തില്ല അല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യർക്കൊക്കെ ഈ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഇങ്ങനെ പുറത്തു പോകാനും മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നതെന്ന്. കാരണം എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കി എൻ്റെ കാര്യങ്ങളും നോക്കി കഴിയുമ്പോഴത്തേക്കും തന്നെ 24 മണിക്കൂർ അങ്ങ് തീർന്നു പോകുന്നത് പോലെ തോന്നാറുണ്ട് കേട്ടോ. നമ്മളെ എപ്പോൾ സ്നേഹിച്ച് തുടങ്ങുന്നുവോ, നമ്മളെപ്പോൾ നമ്മുടെ സമയത്തിന് വാല്യൂ കൊടുക്കുന്നുവോ അപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമ്മൾ ഒരു ഹോം മേക്കർ ആണ് എന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് എടുത്ത് കളയുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടേണ്ടത് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാർക്കാണെന്ന്. കാരണം പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകളെക്കാളും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്
അമ്മമാരാണ്. നമുക്ക് ആ റെസ്പെക്റ്റ് മറ്റുള്ളവർ തരുന്നില്ലെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോയിന്റ്സുകളിലൂടെയാണ്. പിന്നെ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് ആഡ് ചെയ്യണം. ഞാൻ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലൈഫിൽ ഫോളോ ചെയ്തപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ലൈഫ് മാറി. എനിക്ക് മറ്റുള്ളവർ വില തരാനായിട്ട് തുടങ്ങി. പിന്നെ മറ്റുള്ളവരോട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. എല്ലാവരോടും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ആവശ്യമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്തേക്കണം. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ കുറേ പണികളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നു. ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിലാണ് പോയത്. 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി കുറച്ചു നേരം തൊഴുതു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഇഡ്ലിപ്പൊടിയാണ് ഞാൻ ഇടയിൽ കാണിച്ചത്. അത് ഞാൻ ഓൾറെഡി ഒരു വ്ളോഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ റെസിപ്പി ഒന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ വ്ളോഗിൽ നമ്മളിങ്ങനെ റോൾഡ് ഓട്സ് മേടിക്കാനായിട്ട് പോവുകയാണെന്ന്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോൾഡ് ഓട്സ് ഈ ഒരു കമ്പനിയുടേതാണ് എടുത്തിട്ടുള്ളത്. ഈ റോൾഡ് ഓട്സ് മേടിക്കുമ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്കറ്റിലുള്ളതാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തേത് എടുത്താൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നത്. അത് പ്രത്യേകം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടേത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും കുറച്ച് നല്ല പ്രോഡക്റ്റ് ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. 1000 റുപ്പീസ് എന്താണ് കേട്ടോ. 1 കിലോയുടെ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിനും എനിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ വരുന്ന വ്ളോഗിൽ കാണിക്കാം. പിന്നെ ആമയ്ക്ക് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. ഇതുപോലെ ഇടയ്ക്ക് അവർക്ക് ഓരോ ടൈമിലും ഓരോ ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും ചെറുത് തരും. കുട്ടികൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആമയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആമയ്ക്ക് ഇപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിഡ് ടേം എക്സാം ആണ്. അപ്പോൾ അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു A4 ഷീറ്റിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസും എഴുതി അവൾക്ക് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് അവൾ എഴുതി തരും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് എക്സാം തന്നെ അവർക്ക് തമിഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആമയെ പഠിപ്പിച്ചാണ് ഞാൻ തമിഴ് പഠിച്ചത്. എഴുതാനും വായിക്കാനും ഒക്കെ ഞാൻ അവളിൽ നിന്നാണ് കേട്ടോ പഠിച്ചത്. അവളെ പഠിപ്പിച്ചാണ് ഞാൻ പഠിച്ചത്. പിന്നെ അവൾക്ക് തമിഴിൽ ഇപ്പോൾ ഒരു ട്യൂഷനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും പഠിക്കാം അവൾക്കും പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് തമിഴിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കൂ. എല്ലാവരോടും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ പറഞ്ഞേക്കണേ. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.